ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദം CPM-ന് തിരിച്ചടിയായി. പറഞ്ഞത് CPM തന്നെയാണ്. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശരിയായ വിമർശനമാണിത്. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ വേണ്ടത്ര സുതാര്യത ഉറപ്പുവരുത്തിയില്ല. എന്തൊക്കെയോ സർക്കാരിന് ഒളിപ്പിക്കാനുണ്ടെന്നാണ് ജനങ്ങൾക്ക് തോന്നിയത്. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കുന്നതിൽ അമ്പേ അവർ പരാജയപ്പെട്ടു. വിശദീകരണമെല്ലാം വെറും ധാർഷ്ട്യം പ്രകടനമായി മാറി. CPM-ലെ പല നേതാക്കളും ജീവിക്കുന്നത് 3 പതിറ്റാണ്ട് പിന്നിലാണെന്നാണ് ആരോപണം. ജെൻസി കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കൾ CPM-നുണ്ടോ? സംശയമാണ്. ധാർഷ്ട്യമാണ് കമ്മ്യൂണിസ്റ്റ് ഭാവം എന്ന പൊതുബോധമാണ് CPM നേതാക്കളെ ഭരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് വലിയ തിരിച്ചടിയാകും. തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പുതുതലമുറയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും CPM-നത് തടസ്സമാകും. നേതാക്കളാണല്ലോ പാർട്ടി. CPM-ന്റെ മുഖമായി ജനങ്ങൾ കാണുന്നത് പിണറായിയെയും MV ഗോവിന്ദനെയും ഒക്കെയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും ചർച്ചയാവുകയാണ്. പുതിയ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച സമയം കൂടി ഹൈക്കോടതി അനുവദിച്ചു. SIT തലവൻ S ശശിധരൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനയ്ക്കായി 36 സാമ്പിളുകൾ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ അയച്ചിട്ടുണ്ട്. ലബോറട്ടറിയിൽ നിന്നുള്ള വിശദമായ വിശകലന റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇതാണ് അന്വേഷണം നീളാൻ കാരണമെന്ന് SIT കോടതിയെ അറിയിച്ചു. അന്തിമ വിശകലന റിപ്പോർട്ട് 10 ദിവസത്തിനകം ലഭിക്കുമെന്ന് ലബോറട്ടറി അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്നും SIT കോടതിയിൽ ധരിപ്പിച്ചു. K മുരളീധരനാണ് ദേവസ്വം മന്ത്രി. കോൺഗ്രസ് പിണറായി സർക്കാരിനെതിരെയുള്ള ആയുധമായി ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഉപയോഗിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തിയ ശേഷം ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസിലെ മറ്റു പല നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാണ് K മുരളീധരൻ. VD സതീശനാണ് തന്റെ പിന്തുണയെന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ നേതാവാണ് അദ്ദേഹം. മാത്രമല്ല, അതിന് കാരണമായി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ VDയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ മുരളീധരൻ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശക്തമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിനിടെ PS പ്രശാന്തിന്റെ കാലത്തെ ശബരിമലയിലെ സ്വർണം പൂശലിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തിരിക്കുന്നത്. സ്വർണം നഷ്ടം വന്നിട്ടില്ലെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നടപടിക്രമങ്ങളിലാണ് വീഴ്ച സംഭവിച്ചതെന്നും അതിനാലാണ് വിജിലൻസ് അന്വേഷിക്കേണ്ടതെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. ജംഷഡ്പൂരിലെ ലാബിൽ നടക്കുന്ന പരിശോധനയിലെ ഫലം വന്ന ശേഷം ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും.